അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, ഖാല അദ്ദേഹം പറഞ്ഞു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു, അൻ അക്സരി മാ യുദ്ഖിലു നാസ അൽ ജന്നത, അന്നാസ അൽ ജന്നത എന്നാണ് വായിക്കേണ്ടത്. ആളുകളെ അധികമായും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി നബി തങ്ങൾ ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, തഖ്വല്ലാഹി, അല്ലാഹുവിനെ സൂക്ഷിക്കലാണ്, വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവവുമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. വസുഇല, നബി ചോദിക്കപ്പെട്ടു, അൻ അക്സരി മാ യുദ്ഖിലു നാസ അന്നാറ, ജനങ്ങളെ ഏറ്റവും ധാരാളമായി നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽ ഫമു വൽ ഫർജു, വായയും ഗുഹ്യസ്ഥാനവുമാകുന്നു എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്തു. തിർമിദി ഹദീസ് നൽകുന്ന പാഠങ്ങൾ, ഈ ഹദീസ് നൽകുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ: ഒന്ന്, മനുഷ്യ പ്രവർത്തനങ്ങളാണ് സ്വർഗ നരക പ്രവേശനത്തിന് നിദാനം, കാരണമായി മാറുക മനുഷ്യൻ്റെ ചെയ്തികൾ തന്നെയാണ്. രണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതോടൊപ്പം സൽ സ്വഭാവവും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്ന്, നരകപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് നാവും ലൈംഗിക അവയവവും എന്നതിന് കിട്ടും. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിന് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുക, സൃഷ്ടികളുമായുള്ള ബന്ധം നന്നാക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ തന്നെയാവുന്നു. ഇത് സമാനമായ മറ്റു ചില പദങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്ന ഇമാം ഇബ്നു മാജയുടെ റിപ്പോർട്ടിലൊക്കെ ഇതല്ലാത്ത ചില പദങ്ങൾ കൂടി വന്നത് കാണാൻ കഴിയും. അക്സറുമായ ഇൻസാനു അന്നാറ അൽ അജ്വഫാനി എന്നൊരു ഹദീസുണ്ട്, ഹസനായ പരമ്പരയിൽ വന്നതാണ്. ഇമാം ഇബ്നു മാജയും അഹ്മദുമാണ് ഹദീസ് ഉദ്ധരിച്ചത്. അത് അക്സറുമായ ബിഹിൽ ഇൻസാനു അന്നാർ, മനുഷ്യൻ ഏറ്റവും അധികം നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് അൽ അജ്വഫാനി, രണ്ട് അജ്വഫായ അവയവങ്ങളാണ്, അൽ ഫമു വൽ ഫർജ്, ഗുഹ്യസ്ഥാനവും വായയും. ആശയം തന്നെയാണ്, പദങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട് മാത്രം, ആശയം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ നിലക്കും ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം ഇബ്നു മാജയാണ് അത് ഉദ്ധരിച്ചത്. അപ്പോൾ ഇമാം തുർമുദി, ഇബ്നു മാജ, അതേപോലെ ഇമാം അഹ്മദ് എന്നിവരാണ് പ്രധാനമായും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാഠങ്ങൾ ഈ ഹദീസിലുള്ളത് ജീവിതത്തിൽ പാലിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.